1983 എന്ന വർഷം മമ്മൂട്ടി ഏകദേശം 35 സിനിമകൾക്ക് കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വർഷത്തെ മമ്മൂട്ടി സിനിമകളുടെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ്, മമ്മൂട്ടി എന്ന നടന്റെ കരിയറിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു വർഷത്തെ മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമ വിൻസെന്റ് മാഷ് സംവിധാനം ചെയ്തൊരു സിനിമയാണ് തീരം തേടുന്ന തിര. ഇത് സിനിമ ബോബൻ കുഞ്ചാക്കോയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ കുഞ്ചാക്കോന്റെ അച്ഛൻ. പക്ഷേ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞാൽ പ്രേം നസീറാണ്. പിന്നെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. മമ്മൂട്ടി കൂടാതെ രതീഷ് ഉണ്ട്, അംബികയുണ്ട്, രവീന്ദ്രനുണ്ട്. അത് അത്യാവശ്യം അന്നത്തെ കാലത്ത് ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട സിനിമയാണ് വിസ. ബാലു കിരിയത്താണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ദുബായിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി തുടങ്ങുന്ന, അല്ലെങ്കിൽ അന്ന് ഗൾഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അങ്ങനെയാണ് എങ്കിലും അന്ന് ഗൾഫ് എന്ന് പറഞ്ഞാൽ വലിയൊരു എന്തോ ഒരു ഭയങ്കര മഹാസംഭവം പോലെയാണ് ഗൾഫിലെ ജോലി കിട്ടുക, ഒരു വിസ കിട്ടുക എന്ന് പറയുന്നത്. ഒരു വിസ എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ കഥ എത്രത്തോളം ആണെന്ന് മനസ്സിലാവും. ഇതില് മമ്മൂട്ടി കൂടാതെ ശ്രീനാഥ്, മോഹൻലാൽ, ജലജ, ശാന്തി കൃഷ്ണ, ബാലയ്ക്ക് ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇത് സിനിമയിൽ മോഹൻലാൽ ഒരു ഹ്യൂമർ ക്യാരക്ടറാണ്, അത്യാവശ്യം ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ട്. മോഹൻലാൽ തുടക്കാലത്തെ മോഹൻലാലിന്റെ ചില ഹ്യൂമർ സിനിമകളിൽ പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു വിസ. ഇതിൽ മമ്മൂട്ടിയുടെ നല്ലൊരു സിനിമ തന്നെയാണ്. പിന്നെ ശേഷം കാഴ്ചകൾ എന്ന സിനിമയുണ്ട്, ബാലചന്ദ്ര മേനോന്റെ ഒരു സിനിമയാണ്. അതിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. അതിലും ബാലചന്ദ്ര മേനോനുണ്ട്, മോഹൻലാലുണ്ട്, മേനകയുണ്ട്. ഒരു ത്രില്ലർ മൂഡിലൊക്കെ വരുന്ന ഒരു സിനിമയാണ്. അതിലും മമ്മൂട്ടി നല്ല ഒരു സിനിമയാണ്. മമ്മൂട്ടി നല്ലൊരു കഥാപാത്രമാണ് മമ്മൂട്ടി ആ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ PG വിശ്വംഭരൻ, സ്ഫോടനം എന്ന സിനിമയിലൂടെ മമ്മൂട്ടിക്ക് ഒരു എന്താ പറയാ, ഒരു സ്റ്റാർഡം എന്ന് പറയാൻ പറ്റുമെങ്കിൽ സ്ഫോടനമാണ് മമ്മൂട്ടി എന്ന നടനെ ഒരു വഴിത്തിരിവാക്കി കിട്ടിയ ഒരു സിനിമ എന്ന് പറയുന്നത്. അതിന്റെ സംവിധായകനാണ് PG വിശ്വംഭരൻ. അദ്ദേഹം ചെയ്തൊരു സിനിമയാണ് രുക്മ. ഇതിലും മമ്മൂട്ടിയും വേണുനാഗവള്ളി, മേനക, സീമ, ഒരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ്. പിന്നെ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, PG വിശ്വംഭരന്റെ തന്നെ സിനിമ. ഇതിൽ മമ്മൂട്ടിയും ശങ്കറും സീമ, മോഹൻലാൽ, പ്രതാപേന്ദ്രൻ, അടൂർ ബാസി എല്ലാവരും അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. പിന്നെ സാഗരം ശാന്തം എന്നൊരു സിനിമയുണ്ട്, വീണ്ടും PG വിശ്വംഭരന്റെ സിനിമയാണ്. ഇതിലും മമ്മൂട്ടിയുണ്ട്, നെടുമുടി വേണുണ്ട്, ശാന്തി കൃഷ്ണയുണ്ട്. പിന്നെ രചന എന്ന സിനിമ എനിക്ക് തോന്നുന്നു അന്ന് അങ്ങനെ എത്രത്തോളം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു എന്നൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു സിനിമയാണ്. അത് ഇന്നും പലപ്പോഴും ആളുകൾ നല്ല സിനിമകളുടെ കാറ്റഗറിയിൽ പെടുത്തുന്ന ഒരു സിനിമയാണ്. മോഹൻ ഡയറക്ട് ചെയ്ത്, അതില് നെടുമുടി വേണുവാണ് ശരിക്ക് അതൊരു നായകൻ എന്ന് പറയുന്നത്. നെടുമുടി വേണും ശ്രീവിദ്യയും. ഇതിൽ പിന്നെ മമ്മൂട്ടി, ഭരത് ഗോപി. മമ്മൂട്ടി നെടുമുടി വേണുവിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. കുറെ മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. അതിൽ ഭരത് ഗോപിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ പ്രതിജ്ഞ, PN സുന്ദരം ആണ് ആ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതില് പ്രേം നസീറാണ് പ്രധാനം, പിന്നെ മമ്മൂട്ടിയുണ്ട്, ശ്രീവിദ്യയുണ്ട്. പിന്നെ പിൻനിലാവ് എന്ന സിനിമ തോപ്പിൽ വാസി എഴുതി PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ആ ഒരു സിനിമയിൽ വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. മധു, മമ്മൂട്ടി, മോഹൻലാൽ, പൂർണിമ, ശ്രീവിദ്യ, വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു സ്വകാര്യം ഹരികുമാറാണ് ആ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ വേണുനാഗവള്ളി, മമ്മൂട്ടി, ജലജ, ജഗദീഷ് ശ്രീകുമാർ. ഞാൻ കുറെ സിനിമകൾ കൊണ്ടുകൊണ്ട് ഞാൻ അതിന്റെ മറ്റു ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഞാൻ എല്ലാം ഫാസ്റ്റ് ആയിട്ട് പറയാം. പ്രധാനപ്പെട്ട സിനിമകളെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു മാടപ്രാവിന്റെ കഥ എന്നൊരു സിനിമയുണ്ട്. ഇത് ആലപ്പി അഷ്റഫാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ആലപ്പി അഷ്റഫിനെ കുറിച്ച് ഇന്നത്തെ ജനറേഷൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വന്ന് അദ്ദേഹം ഒരുപാട് വിവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു, എഴുത്തുകാരനായിരുന്നു, സംവിധായകനൊക്കെ ആയിരുന്നു, നടനാണ്. അദ്ദേഹം ഡയറക്ട് ചെയ്ത സിനിമയാണ്. ഇതില് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ, അതായത് സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ്. ഇതിൽ പ്രേം നസീറും മമ്മൂട്ടി, ഭീമൻ രഘു, സീമ, അതിന്റെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. പിന്നെ നദി മുതൽ നദി വരെ എന്ന സിനിമയുണ്ട്. ഇത് ആക്ച്വലി ദിവാർ എന്ന് പറയുന്ന 73 ഇറങ്ങിയ വലിയൊരു ഹിറ്റ് ബോളിവുഡ് സിനിമയുണ്ട്. അതിന്റെ റീമേക്ക് ആണ്. ഇതിൽ മമ്മൂട്ടിയും MG സോമനും രതീഷ്, മേനക, ലക്ഷ്മി ഇവരെല്ലാവരും അഭിനയിച്ചിട്ട സിനിമയാണ്. പിന്നെ ഒന്ന് ചിരിക്കൂ, വീണ്ടും PG വിശ്വംഭരൻ. PG വിശ്വംഭരൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ PG വിശ്വംഭരനാണ് ഏറ്റവും കൂടുതൽ മമ്മൂട്ടി വെച്ച സിനിമകൾ ഈ വർഷം ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ മമ്മൂട്ടിയും അടൂർ ബാസി, രാജ്കുമാർ, പിന്നെ സ്വപ്ന, ഇത്രയും പേരാണ്. പിന്നെ നാണയം IV ശശി ദാമോദരൻ മാഷിന്റെ. അതിൽ മോഹൻലാലും മമ്മൂട്ടിയും ബ്രദേഴ്സ് ആയിട്ടാണ്. നല്ല രസമുള്ള ഒരു സിനിമയാണ്. പണ്ട് ദൂരദർശനിലേക്കാണ് ഞാൻ കണ്ടിട്ടുള്ള സിനിമ. അത് അത്യാവശ്യം ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. ഇതിൽ മധുവും സീമയും പൂർണിമ, ശ്രീവിദ്യ എല്ലാവരും ഉണ്ട് അതില്. പിന്നെ മനസ്സൊരു മഹാസമുദ്രം, അത് PK ജോസഫാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ മമ്മൂട്ടി, രതീഷ്, ഉമ്മർ, അരുണ. പിന്നെ മറക്കില്ല ഒരിക്കലും, ഫാസിലിന്റെ സിനിമയാണ്. അതിൽ പ്രേം നസീറും ശങ്കറും മോഹൻലാലും അംബികയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ മമ്മൂട്ടി അതിൽ
ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ഇപ്പൊ ലിസ്റ്റ് നോക്കിയപ്പോൾ മമ്മൂട്ടി അതിൽ ഒരു സീനിലുണ്ടെന്നാണ് അതിൽ പറയുന്നത്. അതിൽ ഏതൊരു പാട്ട് സീനിൽ എന്തോ പാർക്കിലെ ഒരു സീനിലെന്നാണ്. എനിക്ക് സിനിമ കണ്ടത് എനിക്ക് ഓർമ്മയില്ല. ആ സിനിമ പക്ഷെ അന്നങ്ങനെ സിനിമയും വലിയ ഹിറ്റായിട്ടുള്ള ഒരു സിനിമ അല്ല തോന്നുന്നു വന്നത്. പിന്നെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, അത് KG ജോർജ് സിനിമ. KG ജോർജ് സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെതായ ഒരു ക്ലാസ് ഉണ്ടാവും. ഇതന്ന് ശോഭ എന്ന് പറഞ്ഞ നടി മരിച്ച ശേഷം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ ഭയങ്കര കോളുകളൊക്കെ സൃഷ്ടിച്ചതായിരുന്നു. അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഭരത് ഗോപി, അതുപോലെ തന്നെ നളിനിയാണ് അതിലെ പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടിയും അതിൽ ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ മണിയറ എന്നൊരു സിനിമയുണ്ട്, M കൃഷ്ണനായർ സംവിധാനം ചെയ്ത സിനിമ. അതിൽ മമ്മൂട്ടിയും അടൂർ ബാസി, ശാന്തികൃഷ്ണ, സീമ എല്ലാവരും അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. പിന്നെയാണ് മമ്മൂട്ടിയുടെ കരിയറിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സിനിമ കൂടെവിടെ, പത്മരാജന്റെ സിനിമയാണ്. പ്രേംപ്രകാശ് ഡയറക്ട് ചെയ്ത സിനിമ, റഹ്മാന്റെ അയച്ച സിനിമ. ആ ഒരു സിനിമയിൽ ശരിക്ക് അന്ന് പത്മരാജന്റെ ആഗ്രഹം അതിൽ അഭിനയിപ്പിക്കാൻ പത്മരാജന്റെ തന്നെ നവംബർ നക്ഷത്രത്തിലൊക്കെ വന്നിരുന്ന രാമചന്ദ്രൻ നടനായിരുന്നു. പക്ഷെ പ്രേംപ്രകാശാണ് അതിൽ മമ്മൂട്ടിനെ സജസ്റ്റ് ചെയ്തത്. നല്ലൊരു സിനിമ തന്നെയാണ്, നല്ല സൂപ്പർ ഹിറ്റായ ഒരു സിനിമയാണ്. എന്താ പറയുക, ക്രിട്ടിക്കലിയും പേരെടുത്ത സിനിമയാണ് സുഹാസിനി. അതിൽ മമ്മൂട്ടിക്ക് ഒരിക്കലും നായകൻ എന്ന രീതിയിൽ ഒരു മമ്മൂട്ടി കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട ഒരു സിനിമ. ഇപ്പൊ നമ്മൾ ഇത്രയും സിനിമകളിൽ പറഞ്ഞതില്ല, ആ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഒരു പ്രധാനപ്പെട്ട സിനിമ കൂടെവിടെയാണ്. പിന്നെ കൊടുങ്കാറ്റ് എന്ന സിനിമയുണ്ട്. കൊടുങ്കാറ്റ് ജോഷി ഡയറക്ട് ചെയ്ത സിനിമയാണ്. വീണ്ടും ഒരു മൾട്ടി സ്റ്റാർ പടമാണ്. പ്രേം നസീർ, മാധു, ശ്രീവിദ്യ എല്ലാവരും ഉണ്ട്. അതിൽ മമ്മൂട്ടിയും അതിൽ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട സിനിമ സത്യനന്ദിക്കാണ്ട സിനിമയാണ്. ഇതിൽ മമ്മൂട്ടി അല്ല നായകൻ, പക്ഷെ മമ്മൂട്ടി അതിലൊരു ഗസ്റ്റ് റോൾ ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ലൊരു രസമുള്ള ഒരു സിനിമയായിരുന്നു മമ്മൂട്ടിയുടെ ക്യാരക്ടർ വരുന്നത് കിന്നാരം. അതിൽ നെടുമുടി വേണു സുകുമാരനുമാണ്, അതിൽ പൂർണിമയാണ് നായിക. ഞാൻ ആ സിനിമയുടെ കഥയൊന്നും പറയുന്നില്ല. അതിലൊരു ഗസ്റ്റ് റോള് മമ്മൂട്ടി വരുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ ഒരു സ്റ്റാർ ആയി തുടങ്ങി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ആ ഒരു ക്യാരക്ടർ ഗസ്റ്റ് റോളിലേക്ക് മമ്മൂട്ടിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം പല സിനിമകളിലും ഗസ്റ്റ് റോളിലൊക്കെ ചില ആർട്ടിസ്റ്റുകളൊക്കെ ഒരു പാസിഫിലേക്ക് പല വെള്ളിമൂങ്ങ പോലത്തെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. ഞാൻ കഥയെക്കുറിച്ച് പറയുന്നില്ല, കണ്ടിട്ടുള്ളവർ എന്തായാലും കാണേണ്ട ഒരു സിനിമയാണ് കിന്നാരം. പിന്നെ കാട്ടരുവി, ശശികുമാർ സാറ്, ഹിറ്റ് മേക്കർ ശശികുമാർ ഡയറക്ട് ചെയ്ത സിനിമയാണ്. അതിൽ സുകുമാരനും ജലജയുമാണ് പ്രധാനപ്പെട്ട വേഷങ്ങൾ. പിന്നെ ഉണ്ണിമേരിയും മമ്മൂട്ടിയും ഒക്കെ അതിലൊരു തുല്യ പ്രാധാന്യമുള്ള ഒരു സിനിമ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയെങ്കിലും IV ശശിയുടെയും T ദാമോദരൻ്റെയാണ്. വീണ്ടും ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ്, വിദേശത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിൽ മോഹൻലാല്, രതീഷ്, സീമ, മമ്മൂട്ടിയും ആ കൂട്ടത്തിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിമവാഹിനി എന്ന സിനിമ, വീണ്ടും PG വിശ്വംഭരന്റെ സിനിമ. മമ്മൂട്ടി, മോഹൻലാൽ, ജഗദീഷ് ശ്രീകുമാർ, മൾട്ടി സ്റ്റാർ സിനിമയാണ്. ഗുരുദക്ഷിണ എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ബേബി, ലിസ ബേബി എന്ന് വിളിച്ചിരുന്ന ലിസ എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ബേബിയാണ്. അദ്ദേഹം ഡയറക്ട് ചെയ്ത സിനിമയാണ്. ഇതിലും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. അടൂർ ബാസി ഉണ്ട്, TJ രവി ഉണ്ട്, മമ്മൂട്ടി ഉണ്ട്, രതീഷ് ഉണ്ട്, മോഹൻലാൽ ഉണ്ട്. എല്ലാവരും കൂടി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ എന്റെ കഥ എന്നൊരു സിനിമയുണ്ട്. അത് PK ജോസഫ് ആണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രേം നസീറും മമ്മൂട്ടിയും മോഹൻലാലും സുകുമാരിയും ഒക്കെ. ഇപ്പോൾ ഒരു മോഹൻലാലും ആ വർഷം ഇതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ 10-30 സിനിമകൾ, രണ്ടുപേരും 30 സിനിമകളുടെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം ഓടി നടന്ന സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. പിന്നെ കൂലി എന്നൊരു സിനിമയുണ്ട്. അത് പ്രിയദർശൻ എഴുതി അശോക് കുമാർ ഡയറക്ട് ചെയ്ത സിനിമയാണ്. അത് വീണ്ടും ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. അതിൽ മമ്മൂട്ടിയും രതീഷും ശങ്കറും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ചെങ്ങാത്തം, ഭദ്രൻ എന്ന ഡയറക്ടറുടെ സിനിമ. ചെങ്ങാത്തത്തിൽ മമ്മൂട്ടിയും മാധവിയും, മമ്മൂട്ടിയാണ് നായകൻ. വളരെ ഒരു നല്ല ഒരു സിനിമയാണ്. അതിൽ മോഹൻലാൽ ഒരു കൊടും വില്ലൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ചിരിച്ചുകൊണ്ട് ക്രൂരത കാണിക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടറാണ്. അതാണ് അത്യാവശ്യം ഹിറ്റായ സിനിമയാണ്. എനിക്കൊണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലും അന്നോളം ഗുണം ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ചങ്ങാത്തം. പിന്നെ അസ്ത്രം എന്നൊരു സിനിമയുണ്ട്. PN മേനോൻ ഡയറക്ട് ചെയ്ത സിനിമയാണ്. ഭരതന്റെ ചെറിയച്ഛൻ, ഒരു ഓഫ് ബീറ്റ് ടൈപ്പ് ഓഫ് സിനിമകൾ ചെയ്യുന്ന PN മേനോൻ. അതിൽ ഭരത് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ, നെടുമുടി വേണു എല്ലാവരും കൂടി അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. പിന്നെ ചക്രവാളം ചുവന്നപ്പോൾ എന്ന സിനിമയുണ്ട്, ശശികുമാർ ഡയറക്ട് ചെയ്ത സിനിമ. അതൊരു തമിഴ് സിനിമയുടെ റീമേക്ക് ആണ്. അതിലും ഒരു മൾട്ടി സ്റ്റാർ പടമാണ്. മമ്മൂട്ടി കൂടാതെ പ്രേം നസീറും മോഹൻലാലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അമേരിക്ക എന്ന IV ശശിയുടെ സിനിമ, അടുത്ത മൾട്ടി സ്റ്റാർ സിനിമ. മമ്മൂട്ടി കൂടാതെ ലക്ഷ്മിയും രതീഷും ബാലേക്കൻ നായരും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആദാമിന്റെ വാരിയൽ KG ജോർജിന്റെ സിനിമ. KG ജോർജ് എന്ന സംവിധായകൻ മമ്മൂട്ടിക്ക് നല്ല നല്ല സിനിമകൾ കൊടുത്തിട്ടാണ്. അപ്പൊ നമുക്ക് യവനിക പോലത്തെ ഒരു സിനിമയൊക്കെ മമ്മൂട്ടിയുടെ കരിയർ റോളുകൾ ഒന്നായിരുന്നു. അന്ന് മമ്മൂട്ടിക്കും ഭയങ്കര ഗുണം ചെയ്തൊരു സിനിമ 82-ൽ യവനിക. അത് ഡയറക്ടറുടെ ആദാമിന്റെ വാരിയൽ, ലേഖയുടെ മരണ ഫ്ലാഷ് ബാക്ക് പോലെ നല്ലൊരു സിനിമയായിരുന്നു. അതിൽ മമ്മൂട്ടി കൂടാതെ ശ്രീവിദ്യയും സുഹാസിനിയും സൂര്യ ഇവരായിരുന്നു ആ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈറ്റിലം എന്നൊരു സിനിമ, അത് ഫാസിൽ ഡയറക്ട് ചെയ്തിട്ട സിനിമയാണ്. അതിൽ നെടുമുടി വേണു, ഭരത് ഗോപി, മേനക, ജലജ ഇവരെല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയും അതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സിനിമ എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയല്ല. ഫാസിലിന് മഞ്ഞ് വിരിഞ്ഞ പൂക്കളിന് ശേഷം പിന്നെ ഒരു മാമാട്ടി കുട്ടിയമ്മ വരെ
എൻ്റെ ഇടയ്ക്ക് വന്ന പല സിനിമകളും ഒന്നും വിചാരിച്ച പോലെ ഏറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് മമ്മൂട്ടിയുടെ കരിയർ തന്നെ മാറ്റിമറിച്ചൊരു സിനിമ ആ രാത്രി. ജോഷി ഡയറക്ട് ചെയ്ത കലൂർ ഡെന്നീസ് എഴുതിയ ജൂബിലി പ്രൊഡക്ഷൻസ് അവരുടെ സിനിമയായിരുന്നു. ജൂബിലി ജോയ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സിനിമയായിരുന്നു. അത് 83 വിഷു സീസൺ ആ സിനിമ ഇറങ്ങുന്നത്. അതൊരു തമിഴ്നാട്ടിൽ നടന്ന ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിൽ ബേസ് ചെയ്തിട്ട് ഒരു ഫാമിലിക്ക് നടക്കുന്ന ഒരു ട്രാജഡി, ഒരു റിവെഞ്ച്, മമ്മൂട്ടി റിവെഞ്ച് എടുക്കുന്ന ഒരു കഥയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു അതാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്നില്ലെങ്കിലും അതുവരെയുള്ള മമ്മൂട്ടിയുടെ സോളോ ഹിറ്റുകളുടെ ഏറ്റവും വലിയൊരു വിജയവും. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട് 1 കോടി രൂപയൊക്കെ അന്ന് കളക്ഷൻ കടന്നൊരു സിനിമയാണ്. അതിന്റെ എത്രത്തോളം എന്റെ ജെന്യൂൻ എനിക്ക് അറിയില്ല. ഇപ്പോ ജോഷിയുടെ ഒക്കെ അതുവരെയുള്ള ഏറ്റവും വലിയൊരു ഹിറ്റാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് ന്യൂഡൽഹിക്കാണ് ശരിക്കുള്ള ഒരു മെഗാ സൂപ്പർ സ്റ്റാർ ലെവലൊക്കെ എത്തിയത്. പക്ഷെ എങ്കിലും ആ രാത്രി മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനും ജോഷി എന്ന് പറയുന്ന ഒരു സംവിധായകൻ, അവർ രണ്ടുപേരുടെയും കോംബോയിൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ കുറേ സിനിമകൾ അതുപോലത്തെ വന്നിട്ടുണ്ട്. മമ്മൂട്ടി കുട്ടിപ്പെട്ടി എന്നൊക്കെ പറഞ്ഞാൽ തുടക്കമൊക്കെ തന്നെയായിരുന്നു ആ രാത്രി. അപ്പൊ ഇത്രയും സിനിമകളിൽ ആ വർഷം 83 എനിക്ക് തോന്നുന്നു മമ്മൂട്ടി എന്ന് പറഞ്ഞ നടന് ഏറ്റവും കൂടുതൽ വിജയം അല്ലെങ്കിൽ ഗുണം ചെയ്തിട്ടുള്ള ഈ 36 സിനിമയിൽ എനിക്ക് പറയാവുന്ന 2 സിനിമ ആ രാത്രി കൂടെ എവിടെയാണ്. ഇതിൽ പല സിനിമകളും കണ്ടിട്ടുണ്ട്. ആ രാത്രി കൂടെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ലേഖയുടെ മരണ ഫ്ലാഷ് ബാക്ക് കണ്ടിട്ടുണ്ട്. നാണയം സിനിമ കണ്ടിട്ടുണ്ട്. കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്, കാണാത്തതുകൊണ്ട്. നിങ്ങളിതിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസുകൾ, നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ, അതുപോലെ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ, നമുക്ക് എല്ലാ സിനിമയെക്കുറിച്ചും ചർച്ച ചെയ്യാൻ നമുക്ക് ഈ ഒരു എപ്പിസോഡ് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക.